അവധി ദിവസം ആലപ്പുഴയിലെ കായൽപ്പരപ്പിലൂടെ ഒരു ഹൗസ് ബോട്ട് യാത്ര നടത്തിയാലോ? മലയാളികളുടെ യാത്രകളിൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഊട്ടിയും കൊടൈക്കനാലും പോകുവാനുള്ള യാത്രകൾ നിയന്ത്രണം ഏർപ്പെടുത്തിയ കാര്യം അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? എന്നാൽ ഏത് ദിവസവും നമുക്ക് ധൈര്യമായി പോയി കുടുംബത്തോടൊപ്പവും സുഹൃത്തുക്കളോടൊപ്പവും രാവും പകലും ആസ്വദിക്കാൻ പറ്റിയ ഒന്നാണ് ഹൗസ് ബോട്ട് യാത്രകൾ. ലാഭകരമായി, രസകരമായി, അധികം പൈസ ചിലവില്ലാതെ ഒരു ഹൗസ് ബോട്ട് യാത്ര, അതാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. എങ്ങനെയാണ് ഈ യാത്ര ലാഭകരമാകുന്നത് എന്ന് ഞാൻ വഴിയേ പറയാം. ഇത് പള്ളാതുരുത്തിയാണ്. ആ കാണുന്ന ബ്രിഡ്ജ് എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരി ആലപ്പുഴ ഹൈവേ ആണ്. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പള്ളാതുരുത്തിയിൽ ഇതാണ് നമ്മുടെ ഹൗസ് ബോട്ടിൻ്റെ ടെർമിനൽ വരുന്നത്. കണ്ടോ, ഇവിടെ നിന്നാണ് ഹൗസ് ബോട്ട് സ്റ്റാർട്ട് ചെയ്യുകയും എൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഈ കാണുന്ന പമ്പ റിവറാണ്. പമ്പ റിവറിൻ്റെ തീരത്താണ് ഇങ്ങനെ ഹൗസ് ബോട്ടുകൾ നിർത്തിയിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹൗസ് ബോട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് വേണം ബോട്ട് കയറി പോകാൻ. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ഒരു ഗ്യാങ് ആയിട്ട് നമ്മളൊരു ഹൗസ് ബോട്ട് യാത്ര പോവുകയാണ്. അപ്പോൾ വെക്കേഷനൊക്കെ വരികയല്ലേ. അപ്പോൾ നിങ്ങൾക്കൊരു ഹൗസ് ബോട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഹൗസ് ബോട്ടിലെ യാത്ര, എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ ഹൗസ് ബോട്ട് യാത്രയിലേക്ക് പോകാം. ഈ കാണുന്നതാണ് നമ്മുടെ ഹൗസ് ബോട്ട്. അപ്പോൾ നമ്മൾ ഹൗസ് ബോട്ടിനകത്തേക്ക് കയറിയാണ്. നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഇതിൻ്റെ പൈലറ്റ് ശ്രാങ്ക് ചേട്ടനെ കാണാം. ചേട്ടാ പേരെന്താണ്? രാജേഷ്. ഇത് നമ്മുടെ ടെൻസം ബ്രോ ആണ് നമുക്ക് ഹൗസ് ബോട്ടൊക്കെ അറേഞ്ച് ചെയ്ത് തന്നത്. ടെൻസം ബ്രോയുടെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ബ്രോ, അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറി ഈ ബോട്ടൊക്കെ ഒന്ന് കാണട്ടെ. ഓക്കെ, നമുക്ക് നല്ല സർവീസ് അറേഞ്ച് ചെയ്ത് തരണം കേട്ടോ. നല്ല സർവീസും നല്ല ഫുഡും ഒക്കെ വേണം. നല്ല ഫുഡാണ്, കുട്ടനാട് സ്റ്റൈലിലെ ഫുഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ നല്ല സർവീസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പോകുന്നത് നമ്മുടെ വേമ്പനാട് ലേക്കിലൂടെയാണ് പോകുന്നത്. വള്ളങ്ങളിലേക്ക് നടക്കുന്ന നല്ല അടിപൊളി സ്ഥലം. അതെല്ലാം നിങ്ങൾക്ക് നല്ലപോലെ കാണാം, എൻജോയ് ചെയ്യാം. എല്ലാം ഒരു കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു ബ്രോ. അപ്പോൾ നമ്മൾ ഈ ബോട്ടിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ലിവിങ് ഏരിയയാണ്. ഇതിനെ ലിവിങ് ഏരിയ എന്ന് തന്നെയാണോ പറയുന്നത്? ഇത് എന്താണ് ഇപ്പോൾ ഗ്ലാസ്, മുമ്പ് ഇങ്ങനെ ഗ്ലാസ് കവേഡ് അല്ലായിരുന്നു? നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് അനുസരിച്ച് നമുക്ക് വരാൻ നേരത്ത് AC വേണം എന്നുള്ളവർക്ക് നമ്മൾ AC ഫുള്ളായിട്ട് ഗ്ലാസ് ചെയ്തിട്ട് AC. ചൂടിന്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഇപ്പോഴത്തെ ക്ലൈമറ്റിനനുസരിച്ച്. ഓക്കെ, എത്ര സ്റ്റാഫ് ഉണ്ട് ഇതിനകത്ത്? പിന്നെ കുക്ക്. ചേട്ടനാണ് കുക്ക്. നമ്മൾ പൊളിക്കണം. നമുക്ക് അടിപൊളി കരിമീൻ പൊള്ളിച്ചതൊക്കെ വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് ലിവിങ് കഴിഞ്ഞ് അകത്തേക്ക് കയറുമ്പോൾ ഇവിടെ എന്താണ് പ്രവീണ കാണുന്നത്? മുകളിലേക്ക് അപ്പർ ഡെക്ക് ഉണ്ടല്ലേ? അപ്പർ ഡെക്കിൽ അത് നമുക്ക് പിന്നെ കയറാം. അത് ഇടനാഴി. ഈ കോറിഡോർ കഴിഞ്ഞ് അകത്തേക്ക് കയറുമ്പോൾ ബെഡ്റൂം ആണല്ലേ? അടിപൊളി. ബാത്റൂം ഇതിനകത്ത് തന്നെ ഉണ്ട്. ഒരു ഹോട്ടൽ റൂം കാണുന്നത് പോലെ. AC ഉള്ള ബെഡ്റൂം. AC എപ്പോഴാണ്? പകലുണ്ടാവും AC? അതേ നൈറ്റാണോ? 5 മണിക്ക് ശേഷമാണ് അല്ലേ? ഓക്കെ, ഇത് ഒരു ബെഡ്റൂമാണ്. ഇത് മൊത്തം 3 ബെഡ്റൂം അല്ലേ? ഓക്കെ, ഈ ഇടനാഴിയിൽ നമുക്കൊരു വാഷ് ഏരിയയും കാണാൻ പറ്റും. അതുപോലെ ഓരോരുത്തരായിട്ട് റൂം പിടിച്ചു. ബാലമുരളി, ഇത് നമ്മുടെ സെക്കൻഡ് റൂമാണ്. ഇതും അതുപോലെ തന്നെയാണ്, അറ്റാച്ച്ഡ് ആണ്. ഓക്കെ, അടുത്ത ബെഡ്റൂം അല്ലേ? 3 ബെഡ്റൂം നമ്മുടെ ഈ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ്. അപ്പുറത്തെ താഴെ തന്നെ. ഓക്കെ, ഇതാണ് നമ്മുടെ കിച്ചൺ കേട്ടോ. ഇവിടെയാണ് നമുക്ക് വേണ്ടുന്ന ഫുഡെല്ലാം ഉണ്ടാക്കി തരുന്നത്. ചേട്ടാ, നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് തന്നാൽ അതും ഉണ്ടാക്കി തരുമല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ മുകളിലോട്ട് പോയി അപ്പർ ഡെക്ക് ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ടല്ലേ? ഹോം തിയേറ്റർ, എല്ലാ കാര്യങ്ങളും നമുക്ക് വൈകിട്ട് നമ്മൾ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് വിശാലമായിട്ട് നമുക്ക് എല്ലാ സൈഡ് സീൻ എല്ലാം കാണാനും പറ്റും. അങ്ങനത്തെ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, ഇങ്ങനെയല്ലേ ഈ അപ്പർ ഡെക്കിൽ ഇവിടെ? നമുക്ക് നല്ലപോലെ അടിപൊളി. അപ്പോൾ ബ്രോ, ഒരിക്കൽ കൂടി താങ്ക് യു. അപ്പോൾ നമ്മൾ യാത്ര പോയിട്ട് വരട്ടെ. പോയിട്ട് വന്നിട്ട്. ഓക്കെ, താങ്ക് യു. നമുക്ക് ബോട്ടിലേക്ക് കയറുമ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് കിട്ടും. ഇത് എന്താണ് വെൽക്കം ഡ്രിങ്ക്? ടാങ്കാണോ? ടാങ്കാണ്. ഓക്കെ, നല്ല അടിപൊളി ടാങ്ക് ഓറഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളെ ബോട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ വെൽക്കം ഡ്രിങ്കൊക്കെ കഴിച്ച് നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ബോട്ട് ഇവിടെ നിന്ന് പുറപ്പെടാൻ പോവുകയാണ്. പ്രവീണ, ഒരു വഴി പുറകിലേതോ വള്ളം ബ്ലോക്കായി നിൽക്കുന്നു എന്ന് പറയുന്നു. ബോട്ടല്ലേ? നിങ്ങളിതിന് വള്ളം എന്നാണ് പറയുന്നല്ലേ? പുറകിൽ തിരക്കാണ്, അതുകൊണ്ടാണ് നമ്മൾ പോകാൻ പറ്റാ ഇങ്ങനെ നിൽക്കുന്നത്. ഇതല്ലേ നങ്കൂരം ആങ്കർ? നമ്മളെ ബോട്ട് അടുപ്പിക്കുമ്പോൾ ഇത് ഇട്ടിട്ടാണ് ഇടുന്നത്. ഇത് നങ്കൂരമാണ് കേട്ടോ.
ഇതെടുത്തിട്ട് ഓ ഓ ബോട്ട് അവിടെ നിൽക്കും. വള്ളം എന്ന് പറയുന്നത് ഈ ഹൗസ് ബോട്ടിനെയാണ്. നമ്മൾ ഡെയിലി പറയുമ്പോൾ അങ്ങനെ പറയുന്നു ഹൗസ് ബോട്ടെന്നാണ് ശരിക്കും. വള്ളം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് പുറകിലേതോ ചെറിയ വള്ളം വന്നിട്ട്. നമ്മളിങ്ങനെ ഇപ്പോൾ ഹെവി എഞ്ചിനാണല്ലോ, നമ്മുടെ ലോറിയുടെ എഞ്ചിനാണ്. ലോറിയുടെ എഞ്ചിൻ ഇവിടുന്ന് ഇറങ്ങി പോകുന്നതാണ് ടാസ്ക്. ഇറങ്ങാൻ ബുദ്ധിമുട്ടല്ലേ? കാറ്റുണ്ടെങ്കിൽ നമ്മളൊന്നും ഈ വള്ളത്തിൻ്റെ ഇഷ്ടമാണ്, ആ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. നമ്മളപ്പോൾ പുറത്തേക്ക് ഇറങ്ങുക കേട്ടോ. നമ്മളിങ്ങനെ തിരിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക. നമ്മുടെ കൂടെ തന്നെ മറ്റൊരു വലിയ വള്ളം കൂടി എടുക്കുന്നുണ്ട്. ഇത് ആ കാണുന്നതാണ് റോഡ്. റോഡിനോട് ചേർന്ന് തന്നെയാണ് ആ ചങ്ങനാശ്ശേരി ആലപ്പുഴ ഹൈവേ. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. എന്തോ ഒരു ഹൗസ് ബോട്ട് അവിടെ കിടക്കുന്നത് നോക്കി, ഇഷ്ടം പോലെ. ഇവിടുത്തെ ഒരു മെയിൻ ബിസിനസ്സാണ്. 2000 ഉണ്ടല്ലേ? നമുക്കിത് നേരത്തെ ബുക്ക് ചെയ്യണോ അതോ ഇവിടെ വന്ന് ബുക്ക് ചെയ്ത് കയറി പോകാമോ? എങ്ങനെയാണ്? ഇവിടെ വന്നാലും ചെയ്യാം അല്ലേ? ഡയറക്റ്റ് വന്നും ചെയ്യാം. ചേട്ടാ, അപ്പോൾ നമ്മൾ നേരെ എങ്ങോട്ടാണ് ബോട്ടിൽ പോകുന്നത്? നമ്മൾ നേരെ വേമ്പനാട്ട് കായലിലോട്ട് പോകും. ആ വേമ്പനാട്ട് കായലിൽ ചെന്ന് ഈ കുറേ പാടങ്ങളൊക്കെ ഉണ്ട്, ആ അതെല്ലാം കറങ്ങി തിരിച്ച് ഇവിടെ തന്നെ ഇവിടെയാണല്ലേ? മറ്റേ കുട്ടനാട് ആ ഏരിയയിലാണോ കയറി പോകുന്നത്? ഇവിടെ അങ്ങോട്ട് പോകുന്നത്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതാണല്ലേ? കുട്ടനാട്. ആ അത് വേണമെങ്കിൽ ചെറിയ ബോട്ടുണ്ട്, അതേ പോകെങ്കിൽ നിങ്ങൾക്ക് മണിക്കൂറത്തേക്ക് കുറേ സ്ഥലങ്ങൾ കാണാം. ഇതിപ്പോൾ എത്ര മണിക്കൂർ റൈഡ് ഉണ്ടാവും നമ്മൾ ബോട്ടിൽ? 5 മണിയാകുമ്പോൾ ഇവിടെ കൊണ്ട് കിട്ടും. 5 മണിയാകുമ്പോഴത്തേല്ലേ? നമ്മൾ കുറച്ച് നല്ല ഏരിയയൊക്കെ, നല്ല സീനിക്കായിട്ടുള്ള കുറേ പ്ലേസൊക്കെ നമുക്ക് പോകണം. കാര്യം നമ്മുടെ പ്രേക്ഷകർക്ക് അത് കാണിച്ചു കൊടുക്കണം. അതിന് ചേട്ടൻ നമ്മളെ ഹെൽപ്പ് ചെയ്യണം. ഇന്ന് ഒത്തിരി ഗസ്റ്റ് ഉണ്ടോ ഇവിടെ? ഇവിടെ ഇപ്പം കൂടുതലും ഓട്ടോ ഇവിടെ. ആ ഓട്ടോ ഇവിടെയാണ്. അപ്പുറത്ത് വേറൊരു ടെർമിനലും കൂടി ഇല്ല, പുന്നമട അല്ലേ? പിന്നെ ഇവിടെ നമ്മുടെ വള്ളംകളിയൊക്കെ നടക്കുന്ന സ്ഥലമില്ലേ, ആ അവിടെ നമ്മൾ പോകൂലേ ഇപ്പോൾ? അവിടെ ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ കാണാം. ആ പക്ഷെ അവിടെ ഓട്ടം കുറവാണ് ഇപ്പോൾ. ആ നമ്മൾ പുന്നമടയിലോട്ട് പോകുമല്ലേ ഇതിലേക്ക്? പിന്നെ അവിടെ ചെന്നിട്ട് വേമ്പനാട്ട് കായലിലോട്ട് ഇറങ്ങും. അപ്പോൾ നമ്മളിപ്പോൾ ആ പാലത്തിൻ്റെ ഹൈവേയുടെ അടിയിൽ കൂടെയാണ് കയറി പോകാൻ പോകുന്നത്. പണി തീർന്നു. ഈ പാലം കൂടി ഉള്ളല്ലേ ഈ റോഡിന്? ഇനിയിപ്പോൾ വെള്ളപ്പൊക്കം വന്നാലും വെള്ളം കയറില്ല റോഡിൽ. മുമ്പ് ഒരു വലിയ മഴ പെയ്താൽ ഈ റോഡ് വെള്ളത്തിൻ്റെ അടിയിലായി പോയിരുന്നല്ലോ. വെള്ളം കയറും, വെള്ളപ്പൊക്കം വന്നാൽ കയറും. കയറും അല്ലേ? അല്ല, ഗവൺമെൻറ് ഈ പദ്ധതി ചെയ്യുമ്പോഴേ വെള്ളപ്പൊക്കത്തിന് വരുമ്പോഴത്തേക്കും റോഡ് ഗതാഗതം തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. കുറേ പാലം ഇവിടെ പൊക്കി പണിതിട്ടുണ്ട്. ആ ആണ്ടെ, അതൊരു അടിപൊളി ബോട്ടാണല്ലോ. ആ വരുന്ന ഏതാ അത്? ഇത് 2000 ബോട്ടുണ്ട് ഇവിടെ. ആ നമ്മുടെ ഇവിടെ ദിലീപിൻ്റെ ഹൗസ് ബോട്ടില്ലേ സിനിമ? അത് ഈ മോഡലായിരുന്നു. ആ അത് വിറ്റ് ഒരു കൊടുത്ത് കൊച്ചി രാജാവ് എന്നായിരുന്നു ആ ബോട്ടിൻ്റെ പേര്. ആ അതാണെന്നത് ഇതല്ല, ഇതിന് എനിക്ക് ഇതേപോലത്തെ ബോട്ടായിരുന്നല്ലേ? ഇത് ഈ സെയിം ബോട്ടാണ്. ഇത് കൊള്ളാം അല്ലേ? അടിപൊളി ബോട്ടായിട്ടുണ്ട്. ഇതൊക്കെയാണ് ആദ്യത്തെ കാലത്തെ ബോട്ടാണ്, ആ പഴയ മോഡൽ ബോട്ടാണ്. മറ്റേ അതെന്തുകൊണ്ടാണ് അത് കവർ ചെയ്തേക്കുന്നത്? പ്ലാസ്റ്റിക് ആണോ അത്? അതിൻ്റെ മുകളിൽ ടോപ്പ് ചെയ്തേക്കുന്ന ബോട്ട്? അത് പനമ്പ്. പനമ്പ്. ഇതിൻ്റെയോ? ഇതും അത് തന്നെ അല്ലേ? പനമ്പ് ആ അതാ ഇങ്ങനെ ഇതാ കണ്ടോ, ഈറ വരിഞ്ഞിട്ട് അത് വെച്ച് അതിൻ്റെ ടോപ്പൊക്കെ കവർ ചെയ്ത് എടുത്തേക്കുന്നത്. അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഇടും. വെള്ളമാണ്. ഇത് കൊച്ചി രാജാവ് അല്ലേ? ആ ദിലീപിൻ്റെ ബോട്ടാട്ടോ ഈ പോകുന്നത്. ഇതാണ് ദിലീപിൻ്റെ ബോട്ടായിരുന്നത്, കൊച്ചി രാജാവ്. നമ്മളെ തേടിയ സാധനം കിട്ടി. നമ്മുടെ ചേട്ടാ ഇപ്പോൾ നമുക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കിയാണ്. അതൊന്ന് കണ്ടിട്ട് വരാം എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. ചേട്ടാ, എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? ഫിഷ് കറി. കേര മുളകിട്ടത്. അതെന്താണ് ആ പാത്രത്തിൽ? ഇത് അവിയൽ. വേറെ എന്തൊക്കെയായിട്ടുണ്ട്? പുളിശ്ശേരി. ആ ക്യാബേജ് തോരൻ, ഉപ്പ്. പിന്നെ ഫിഷ് കറി റെഡിയാണ്. സാമ്പാർ. ആ ഫിഷൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചേക്കാണ്. ഇനിയിപ്പോൾ അതിൻ്റെ മറ്റേ ലാസ്റ്റ് മൂമെൻറ്റിലോട്ട് പോവുകയാണ്.
ടേസ്റ്റ് നോക്കും. നന്നല്ലേ ഉപ്പ് ഒഴിക്കും. ഒന്ന് ഉപ്പ് നോക്കാൻ രാജേഷേ. രാജേഷിന് ഉപ്പ് നോക്കാനും പേടിയാ. എങ്ങനുണ്ട്? ഇതിൽ നോക്കി പറ. പൊളിച്ചാ കൊള്ളാം. നമ്മൾ ബോട്ടിൽ കയറി കുറച്ച് ഓടി കേട്ടോ. ഇപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിൽ പാടങ്ങളൊക്കെ കാണാം. ഇപ്പോഴും നമ്മൾ റിവറിനകത്ത് കൂടെ തന്നെയാണ് പോകുന്നത്. പമ്പ റിവറിനകത്ത് കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മളിത് നേരെ ചെന്ന് പുന്നമട വേമ്പനാട്ട് കായലിലേക്ക് കയറും. എന്നിട്ട് ആ പുന്നമട ആ സൈഡിലേക്ക് പോവും. അപ്പോൾ അതൊക്കെ നമുക്ക് കാഴ്ചകൾ വഴിയെ കാണാം. ചേട്ടാ അങ്ങോട്ട് തിരിഞ്ഞു പോകുന്നത് എവിടെയാണ്? ഈ തിരിവ്, ഈ ബോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു പോകുന്നത് ഇത് മീനപ്പള്ളി കയറി പോകുന്ന നമ്മുടെ ബോട്ടൊന്നും പോകത്തില്ലല്ലേ? ചെറിയ ഇപ്പോൾ അവിടുന്ന് ഒരു ട്രാൻസ്പോർട്ട് ഇത് വന്നാൽ നമ്മുടെയൊക്കെ ബാക്ക് പോയി തട്ടലിടിച്ചിട്ട് ജനങ്ങൾ പ്രശ്നമുണ്ടാകും. തിട്ട പൊടിയും. അതുകൊണ്ട് നമ്മൾ വലിയ ബോട്ടുകൾ അതിലേ പോകില്ലല്ലേ? ചെറിയ ഇതേപോലെയുള്ള സിംഗിൾ ബോട്ടുകളൊക്കെ പോകും. ഇതേ കണക്കുള്ള ബോട്ടുകളുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള ബോട്ട് എടുത്ത് നമുക്ക് ഡേ ക്രൂയിസ് പോകാൻ പറ്റുന്നതാണ്. എന്താ രസം നോക്കിയത്. ഭയങ്കര ട്രാഫിക്കാണ്. റോഡേ വണ്ടി പോകുന്ന കണക്ക് അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഹൗസ് ബോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ചേട്ടൻ്റെ അടുത്തിരുന്ന് ഇവിടുത്തെ കഥകളൊക്കെ കേൾക്കാം. ഇത് പാടമാണല്ലേ? മൊത്തം പാടം. 2018 വെള്ളം കയറി ഈ വീടുകളെല്ലാം പോയതാണ്. ഇപ്പോൾ നമ്മൾ ഓടിക്കുന്ന പുള്ളിയുടെ വീടൊക്കെ അങ്ങനെ പോയതാണ്. ഇതൊക്കെ വെള്ളം മുങ്ങിപ്പോയ വീടുകളാണ്. പിന്നെ ശരിയാക്കി എടുത്തത്. 2018 മൊത്തം പോയി. ഇത് നമ്മുടെ വള്ളംകളി, നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന സ്ഥലം. അത് കായലിലേക്ക് കയറുകയാണല്ലേ? ഇതാണ് നമ്മുടെ വള്ളംകളി ബസ് സ്റ്റാൻഡിൻ്റെ ഒക്കെ തൊട്ട് പറ്റിയത്. വള്ളംകളി നടക്കുന്ന സ്ഥലം കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. വള്ളംകളി TV കണ്ടിട്ടുണ്ട്. ഫിനിഷിംഗ് പോയിന്റും സ്റ്റാർട്ടിംഗ് പോയിന്റും എല്ലാം കാണാം. ഇത് നമ്മുടെ തോമസ് ചാണ്ടിയുടെ റിസോർട്ടാണ്, ലേക്ക് പാലസ്. മരിച്ചുപോയേ? അതല്ലേ ഈ കാണുന്നത്? ഇനി അറ്റം വരെ ഉണ്ട്. അത് മുമ്പ് എന്തോ ഒരു ഇഷ്യൂലൊക്കെ പെട്ടിരുന്നല്ലേ? കുറച്ച് കളയണമെന്നൊക്കെ പറഞ്ഞു. ഇത് ഗവൺമെന്റിന്റെ സർവീസ് ബോട്ടാണ്. ഇത് ടിക്കറ്റ് ഉള്ളതല്ലേ? ആലപ്പുഴ പുളിഞ്ഞു. ആലപ്പുഴ പുളിഞ്ഞു നമ്പർ പ്ലേറ്റ് ഇല്ലേ? തോമസ് ചാണ്ടി. ഇതിപ്പോ കായലിലേക്ക് കയറിയിട്ടില്ല. ഇതും പമ്പയാറ് തന്നെയാണ്. കായൽ കുറേ കൂടെ പോകണം. ഇവിടെ എത്ര ആഴം വരും? ഇവിടെ ഒരു 5 ആള് വെള്ളം. നല്ല ഒഴുക്കുണ്ടാവും. ഒഴുക്കാണോ? ഷട്ടർ ഇട്ടിരിക്കുക. ഒഴുക്കില്ല, കെട്ടിക്കിടക്കുക. ഇനി നമുക്ക് ലഞ്ചിനോട് അടുക്കുകയാണ്. അപ്പോൾ നമുക്ക് മീൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് വിളിച്ചിട്ടുണ്ട്. മീൻ ഫ്രൈ ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് എണ്ണ ചൂടായി. കറിവേപ്പില ഇടുകയാണ്. കരിമീനല്ലേ? കരിമീൻ പൊള്ളിച്ചത്തത്. ഇതാണ്ട് അടിപൊളി മസാലയെ കുളിച്ച് കിടക്കുന്ന കരിമീൻ കുട്ടൻ. കരിമീൻ കളറൊക്കെ മാറി മൊത്തം മസാലയിൽ ഇങ്ങനെ പെരട്ടി എടുത്തേക്കുവാ. ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. എത്ര നേരം ഫ്രിഡ്ജിൽ വെച്ചിരുന്നു മസാല പെരട്ടി? ഇത് കരിമീൻ പൊള്ളിച്ചതല്ല, ഫ്രൈ ആണ്. നമുക്ക് കരിമീൻ കിട്ടുമെങ്കിൽ കുറച്ചൊന്ന് പൊള്ളിച്ച് തരണേ. ഓക്കെ. ഈ അവിയലുണ്ടല്ലോ, ഇതിന് ചെറിയ എന്തോ ഒരു പരിപാടിയുണ്ട്. അവസാനത്തെ ഒരു പൊടിക്കൈ. അവിയലൊക്കെ എന്തൊരു ടേസ്റ്റാണ്. നമ്മൾ ആ സദ്യക്ക് കഴിക്കുന്ന അവിയലിൻ്റെ ടേസ്റ്റ് ഉണ്ട്. അതെന്താണ് ആ പൊടിക്കൈ? എനിക്കൊരു സന്തോഷം. നമ്മൾ ഒന്ന് ഫ്ലെയിം കൊടുത്ത് കുറച്ചൊരു തൈര് അതിലേക്ക് ആഡ് ചെയ്യും അല്ലേ? മിക്സ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് വെക്കും. ഇതല്ലേ? എത്ര വെള്ളമാണ് ലൈനപ്പ് ചെയ്യുന്ന ഒരു സമയം? 4 വെള്ളം. ഇത് സ്ട്രെയിറ്റ് അല്ലല്ലോ ഇവിടെ. ഇങ്ങോട്ടാണ് പോകുന്നത് അല്ലേ? നമ്മൾ നേരത്തെ കണ്ടതാ. ഫിനിഷിംഗ് പോയിന്റ് കുറച്ച് വീതി ഉണ്ടല്ലേ? ഇത് കായലല്ലേ? ഇതെന്താണ്? ഇതാണപ്പോൾ വള്ളംകളിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇവിടെ അല്ലേ? ബോട്ട് പണിയുന്നത് അല്ലേ? റിപ്പയറിംഗ് ആണ്. പുതിയ ബോട്ട് കൂടെ പണിയോ? അത് പുതിയ ബോട്ടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഫിഷിംഗ് ബോട്ടാണോ? വീട്ടുകാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനുള്ളത് അല്ല. അതാണ്ട് ഈ ഒരു ഫൈബർ കണക്ക് കാണുന്നത്. ഇതോ? അത് വേറെ കടലിലെ ബോട്ട്. ആ ബോട്ടിന്റെ പേപ്പർ വെച്ച് അവർ പുതിയ ബോട്ട് പണി. ഹായ്. കായലിന്റെ 2 സൈഡിലും ഒത്തിരി ഹോം സ്റ്റേ ഉണ്ടല്ലേ? ഒത്തിരി റിസോർട്ട് ഹോം സ്റ്റേ ഒക്കെ ഉണ്ട്. അവിടെ ഇങ്ങനെ ആൾക്കാർ വന്ന് ഇതൊക്കെ കണ്ടിങ്ങനെ താമസിക്കുമോ? അത് വേറൊരു രസമായിരിക്കും അല്ലേ? ഇത് നോക്കിയാൽ ഫുള്ള് തടിയിൽ ചെയ്തൊരു വീട്. താണ്ടെ 2 നില ഫുള്ള് തടിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. ഇതിനകത്തൊക്കെ വന്ന് നമുക്ക് താമസിക്കാൻ പറ്റും കേട്ടോ. ഫോറിനേഴ്സൊക്കെ ഉണ്ട് അവിടെ. ലേക്ക് റിസോർട്ട്, മലയാളം ലേക്ക് റിസോർട്ട് ഹോം സ്റ്റേ ആണ്. അതിൻ്റെ
കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് സൂം ചെയ്ത് നോക്കിയാൽ കിട്ടും, അവിടെ എഴുതിയിട്ടുണ്ട്. അയ്യോ ഇത് നോക്കി എത്ര ക്ലോസിൽ. ഓ ചുറ്റും വെള്ളമോ? മധ്യത്തിൽ ഇത് മാത്രം, ഈ ബിൽഡിങ് മാത്രം. വേറെ ലെവലായിരിക്കും ഇവിടെ വന്ന് താമസിക്കുമ്പോൾ. ഇവിടെ ആളില്ല, ഗസ്റ്റ് ഇല്ല എന്ന് തോന്നുന്നല്ലേ ഇന്നിപ്പോൾ. പക്ഷെ ബോട്ട് വള്ളത്തിലല്ലേ വന്നു പോകാൻ പറ്റുള്ളൂ. നോക്കിയേ, ഫുള്ള് ഒരു ചെറിയൊരു ഐലൻഡ്, അതിൻ്റെ മധ്യത്തൊരു വീട്. പിന്നെ ഇതെല്ലാം ഉള്ളതാണോ? വീടെന്ന് പറയാൻ പറ്റുമോ? ഇത് കിച്ചണും എല്ലാ സെറ്റപ്പും ഉള്ളതാണോ? ആ, ഈ ലേക്കിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അകത്തോട്ടുള്ള കൈവഴികൾ കാണാം. ഇതെന്താണ് ചേട്ടാ ഈ ചേട്ടൻ പിടിച്ചിരിക്കുന്നത്? ഇത് ആക്സിലേറ്ററാ. ഓ ഇതാണ് ആക്സിലേറ്റർ, ഗിയർ പോലെ. ഇങ്ങനെ കൊടുക്കുമ്പോൾ സ്പീഡ് കൂടും. സ്പീഡ് കൂട്ടട്ടെ. ആ റൈസ് ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതാ കയർ വെച്ച് ഒരു ആക്സിലേഷനിൽ ടൈറ്റ് ചെയ്ത് വെക്കും. അത് ആകുമ്പോൾ നമുക്ക് പിടിച്ചോണ്ടിരിക്കണ്ടേ, ക്രൂയിസ് കൺട്രോൾ. അത് കൊടുത്തോ, കയർ കൊടുത്തോ? ഓക്കെ, ഇതാ കണ്ടോ, ഈ കയറിൽ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് ഇവിടെ നിർത്തും. നൈസ് ഐഡിയ സർജി. ഞാനും ചേട്ടനും കൂടെ ഇങ്ങനെ തുഞ്ചത്ത് നിന്ന് ചേട്ടൻ ഓടിക്കുന്നു, ഞാൻ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ എൻജോയ് ചെയ്യാം. ചേട്ടാ ഈ ബോട്ട് നമുക്ക് എത്ര വർഷം ആകുമ്പോഴാണ് സർവീസ് ചെയ്യേണ്ടത്? 3 വർഷം ആകുമ്പോൾ ഇത് കംപ്ലീറ്റ് കൂടുമ്പോൾ ഇത് കരക്കി കയറ്റണം. കയറ്റി വെച്ചിരിക്കുന്നത് അതുപോലെ കരക്കി കയറ്റി വെച്ച് പണിയണം ബോട്ട്. ആ, ഈ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ കിട്ടുന്ന ഫീൽ അത് അനുഭവിച്ച് തന്നെ അറിയണം. ഇതെന്ത് ബോട്ടാണ് ചേട്ടാ ഈ കാണുന്ന? ഡേ ക്രൂയിസ് ആണോ? ശിക്കാര എന്ന് പറയും. ശിക്കാര. അത് 1 മണിക്കൂർ 2 മണിക്കൂറത്തേക്കൊക്കെ പോകുന്ന. എത്ര രൂപയൊക്കെ വരും അതിന് റേറ്റ്? അതിനൊരു 700 രൂപ ആവും 1 മണിക്കൂർ. 1 മണിക്കൂറിനല്ലേ? എത്ര പേര് കയറിയാലും കുഴപ്പമില്ല. അല്ല, അങ്ങനെ സീറ്റ് ഉണ്ട്. ആ സീറ്റിംഗ് കപ്പാസിറ്റി ആളിനെ കൊണ്ടുപോകും. 1, 2, 4, 6 പേർക്ക്. 6 പേര് 2 പേർക്ക് വേണമെങ്കിൽ ഫ്രണ്ടിൽ കിടക്കാം. ദിവാങ്കോട്ട് 2 എണ്ണം. അതാണ്ട് ഒരു ചേട്ടൻ പോകുന്നു. ചേട്ടൻ ബൈക്കിൽ പോവാ. ചേട്ടാ ഓയ്, ചേട്ടന്റെ ബൈക്കാ. ചേട്ടൻ അതായത് പിടിവിടാൻ പറ്റത്തില്ല. ഈ വേസ്റ്റ് എല്ലാം വെള്ളത്തിലേക്കാ പോകുന്നല്ലേ? വേസ്റ്റ് നമ്മുടെ ഈ ബാത്റൂമിന്റെ അങ്ങൊന്നും ഇതിനകത്ത് പോകത്തില്ല. ടാങ്ക് ഉണ്ട്, ടാങ്കിനകത്ത് വെച്ചേക്ക്. എന്നിട്ട് അത് പമ്പ് ചെയ്ത് കളയോ? 3 മാസം കൂടുമ്പോൾ സർക്കാരിന്റെ ബോട്ട് വരും, അവർ ഇതിനകത്ത് നിന്ന് സക്ക് ചെയ്തുകൊണ്ട് പോകും. ആ, കടത്ത് കൊള്ളാം. ഹായ്, ഇതാണ് കേട്ടോ സായിയുടെ കയാക്കിംഗ് ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥലം. മാതാമ്മയൊക്കെ തുഴഞ്ഞോണ്ട് പോകുന്നു. ആ, മദാമ്മമാരെ തുഴഞ്ഞു പോവുക കയാക്ക് ചെയ്തുകൊണ്ട്. കയാക്ക് നമുക്ക് കയാക്ക് ചെയ്യാൻ വേണമെങ്കിൽ അതിനൊക്കെ എക്സ്ട്രാ പേയ്മെന്റ് ആവും. ആൾക്കാർ ഇവിടെ അടുത്ത് വരും. നമുക്ക് എല്ലാവിധ വാട്ടർ ആക്ടിവിറ്റി ഇവിടെ ചെയ്യാം. എല്ലാം പൈസയാവും. ഹായ്, മാഡം, വേർ ആർ യു ഫ്രോം? ബാങ്കോങ്. ബൗഞ്ചിക്ക. ബ്രസ്. ആ, Europe. Small country, yeah. I will check today. Okay. ആ ചേട്ടാ, ഇപ്പം നമ്മളെവിടെ എത്തി? വേമ്പനാട്ട് കായൽ ഇറങ്ങുന്നു. ഓ, വേമ്പനാട്ട് കായലിന്മേൽ. എങ്ങനെയാണ് ആ പാട്ട്? വേമ്പനാട്ട് മെയിൻ കായലിലേക്ക് നമ്മളിപ്പോൾ എൻട്രി ആവുകയാണ്. വെള്ളങ്ങളൊക്കെ കുറവാണ്. ഇത് ഇങ്ങനെ കാണുന്ന പോലെയല്ല, നിങ്ങൾ നേരിട്ട് കാണണം കേട്ടോ. വീഡിയോയിൽ കാണുമ്പോൾ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഇത്രയൊക്കെ നമ്മൾ ചെയ്താലും ഒരു വിഷ്വൽ ബ്യൂട്ടി, നമ്മളൊരു വ്ളോഗിലൂടെ ഒരു വീഡിയോ എടുത്ത് കാണിക്കുമ്പോൾ അതിന് ലിമിറ്റേഷൻ ഉണ്ട്. ബാലു, പൊളി. എങ്ങനെയുണ്ട് ഹൗസ് ബോട്ട്? രാജേഷ് എന്ത് തോന്നുന്നു? ഹൗസ് ബോട്ട് വേറെ ബോറെന്നല്ലേ പറഞ്ഞു. ഇപ്പം നമ്മൾ വിശാലമായ കായലിലേക്ക് കയറി അല്ലേ? ഏതാ ഇവിടെ? ആ, ഇവിടെ എത്ര ഡെപ്ത് വരും? എത്ര താഴ്ച വരും? ഇവിടെ വെള്ളക്കുറവാ. നമ്മൾ ആ കാണുന്ന റിസോർട്ട് ഉണ്ടല്ലോ, അത് അംബികയുടെ, സിനിമാ നടി അംബികയുടെ റിസോർട്ടാണ് കേട്ടോ. ആ റിസോർട്ടിൻ്റെ പേരെന്താ ചേട്ടാ? അംബിക റിസോർട്ട്. ചേട്ടാ, ബോട്ട് അടുപ്പിക്കാറായോ ലഞ്ചിന്? അവിടെ അടുപ്പിക്കുക. ആരികാട് എന്നുള്ള സ്ഥലമാണ്. ഇവിടെയാണ് നമ്മൾ ലഞ്ചിന് അടുപ്പിക്കുന്നത്. ലഞ്ചിന് അടുപ്പിക്കുമ്പോൾ ലഞ്ച് കഴിച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങാമല്ലോ അല്ലേ? ജസ്റ്റ് ഒന്ന് പാടത്തൊക്കെ നടക്കാൻ. ഇറങ്ങാൻ പറ്റത്തില്ല. ഇറങ്ങാൻ പറ്റത്തില്ല, ആ കണ്ടത്തിലായി പോവും. അവിടെ ഇറങ്ങാൻ പറ്റത്തില്ല. എന്തൊരു കഷ്ടപ്പാടെന്ന് അറിയോ ഈ ബോട്ട് അടുപ്പിച്ച് കെട്ടാനായിട്ട്. അപ്പം നമ്മുടെ ലഞ്ച് ടൈം ആയിരിക്കുകയാണ്. നമ്മൾ പ്രിപ്പയർ ചെയ്ത ആ മീൻകറി ഇവിടെ ഉണ്ട്, അതുപോലെ അവിയൽ എല്ലാം ഉണ്ട്. ചോറുണ്ട്. വിഷ്ണു ചോറ് കഴിക്കാൻ തുടങ്ങി.
പൈനാപ്പിൾ അവിടെ വെച്ചേക്ക് കേട്ടോ. നമുക്ക് രാജേഷേട്ടനും നമ്മുടെ ഗിരീഷ് ചേട്ടനും ഒക്കെ നമുക്ക് ചോറും കറികളും എല്ലാം കൊണ്ടുവരികയാണ്. അപ്പോൾ നമുക്ക് ഇനി അധിക സമയമില്ല. നമ്മൾ ഗസ്റ്റ് മാത്രമല്ല എവരെയും കൂടെ കൂടിയിരുന്ന് നമ്മൾ ഒന്നിച്ചിരുന്നാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഇതാ നമ്മുടെ കരിമീൻ പൊള്ളിച്ചതല്ല, പൊരിച്ചത്, പൊള്ളിച്ച വൈകുന്നേരം. അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതാണ്ട് നമ്മൾ അടുപ്പിച്ച കടവിന്ന് പുറപ്പെടുകയാണ് വീണ്ടും. ഇനി എങ്ങോട്ടാണ് അടുത്ത ഗെയ്സ്? അങ്ങനെ നമ്മുടെ വിൻഷാ ബ്ലോ വള്ളം ഓടിക്കുകയാണ്. ഹൗസ് ബോട്ട് വിലക്കെടുക്കണമെന്നുള്ള ആഗ്രഹമാണ് പുള്ളിക്കുള്ളത്. അപ്പോൾ പുള്ളി ഇന്ന് വള്ളം ഓടിച്ചോണ്ട് പോവാണ്. ഒരു രക്ഷയില്ലാത്ത ഡ്രൈവിംഗ് ആണ്. എങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത്? പോകേണ്ട സ്ഥലം മാത്രം അറിയത്തില്ലെന്നേ ഉള്ളൂ, ഓടിക്കാൻ നല്ലതുപോലെ അറിയാവുന്നതാണ്. അങ്ങനെ വിദഗ്ധമായി കായൽ പരപ്പിലൂടെ വിൻഷാ ബ്ലോ വള്ളം ഓടിച്ച് പറപ്പിക്കുകയാണ്. നമ്മളിപ്പോൾ ബോട്ട് ഓടിക്കുകയാണ്. തെക്ക് തെക്ക് തെക്കേ പാടം. വരും വരും. കാറ്റ് ഇങ്ങോട്ട് റിട്ടേൺ വരികയാണെങ്കിൽ അല്ലേ, ക്രോസ് വിൻഡ്. നമുക്ക് ആ പോകേണ്ട സ്ഥലത്ത് നമ്മൾ ജസ്റ്റ് തിരിയുന്നുണ്ടല്ലേ. അങ്ങനെ നമ്മൾ കുറേ നേരം ബോട്ട് ഓടിച്ച് ഇവിടം വരെ എത്തി കേട്ടോ. ഇനി നമ്മൾ ദാണ്ട് ഈ ഒരു കരയിലോട്ട് അടുക്കാൻ പോവുകയാണ്. അപ്പോൾ ചേട്ടന് ഞാൻ സ്റ്റിയറിങ് കൈമാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ കരയ്ക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ വള്ളവും നമ്മുടെ ഈ ഒരു ബോലാളിയുടെ വള്ളമാണ് കേട്ടോ. ഇതിൻ്റെ പേര് കുപ്പപ്പുറം അല്ലേ. കുപ്പപ്പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മീനൊക്കെ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ഇറങ്ങാം. ഇതാണ് ഇങ്ങനെ ഫ്രീസറിൽ അടിപൊളി മീൻ. ഇത് കടൽ മീനല്ലേ. നമ്മളപ്പോൾ ഈ ഒരു ഞണ്ട് 1 കിലോ എടുത്ത് കേട്ടോ. ഒരു 7 പീസുകളും ചെറിയ ഞണ്ടുണ്ടായിരുന്നു, അത് എടുത്തു. അതിന് 1500 രൂപയാണ് വന്നിരിക്കുന്നത്. നമ്മൾ ബിജു ചേട്ടനാണ് നമുക്ക് ഞണ്ടെടുത്ത് തന്നത്. ബിജു ചേട്ടാ ഇതാ പൈസ. അപ്പം നമുക്ക് ഞണ്ട് വൃത്തിയാക്കുന്നൊന്ന് കണ്ടിട്ട് വരാം. ചേച്ചിയേ വെട്ടല്ലേ. അതിൻ്റെ കാല് പോയി. ചോറ്, സ്വാദിഷ്ടമായ വാർത്ത. ഈ ചേച്ചിമാരാണ് കേട്ടോ നമുക്ക് ഞണ്ട് ക്ലീനാക്കി തന്നത്. ചേച്ചിയുടെ പേരെന്തുവാ? ഗീത. ചേച്ചിയേ ഇന്ദു. ഓക്കെ, താങ്ക് യു ചേച്ചി. അപ്പോൾ നമ്മളിവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മുടെ വള്ളത്തിൽ കയറി ഇനി അടുത്ത യാത്ര പോവുകയാണ്. ഇനി അടുത്ത വള്ളം നമ്മൾ ഇട്ടിരുന്ന കയറിയ കരയുടെ ഓപ്പോസിറ്റാണ് കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്നത്. അവിടേക്ക് പോകണം. അപ്പോഴേ ഇവർ നമുക്ക് വൈകുന്നേരത്തേക്കുള്ള ഡിന്നർ റെഡിയാക്കും. ഡിന്നർ ഞണ്ട് റോസ്റ്റും ചിക്കൻ കറിയും ചപ്പാത്തിയൊക്കെയാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. നമ്മൾ അവിടെ നിന്ന് ബോട്ട് എടുത്തിട്ട് പിന്നെ കുറച്ച് ദൂരം ഓടിയെത്തി കേട്ടോ. അപ്പോൾ കുറേ ബോട്ടുകൾ ഇങ്ങനെ കയറി പോകുന്നതാണ്. വീണ്ടും നമ്മൾ ആ തിരിച്ചു പോകുന്ന ചാലിലേക്ക് കയറിയല്ലേ. ഇനി നമ്മൾ തിരിച്ച് ഒതുക്കാനായിട്ട് പോവുകയാണല്ലേ. നോക്കി ഒത്തിരി ബോട്ടുകളാണ് ഇതിലെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ വൈകുന്നേരം ഒരു 5 മണി 5:30 മണിയോടുകൂടി കരയിലേക്ക് അടുപ്പിക്കും. അവിടെ ഒതുക്കിയിടും. ഇപ്പോൾ ഓവർനൈറ്റ് നമ്മളിവിടെയാണ് സ്റ്റേ. അത് കഴിഞ്ഞ് നാളെ രാവിലെയാണ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ടത്. ഇപ്പോൾ കരയിലേക്ക് അടുപ്പിക്കാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് ഇങ്ങോട്ട് കയറി വരാൻ. എല്ലാ ഹൗസ് ബോട്ടുകളും ഇന്ന് സർവീസ് പോയ എല്ലാ ഹൗസ് ബോട്ടുകളും ഇങ്ങനെ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ ബോട്ട് ഒരു കരയ്ക്ക് അടുപ്പിച്ചിട്ടുണ്ട്. നമ്മൾ രാവിലെ പോയതിൻ്റെ ഓപ്പോസിറ്റുള്ള കരയ്ക്കാണ് അടുപ്പിച്ചിരിക്കുന്നത്. ഇത് കണക്ക് അടുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി പുറത്തേക്കൊക്കെ ഇറങ്ങാം കേട്ടോ. നമ്മുടെ രാജേഷ് ചേട്ടനും ഗിരീഷ് ബ്രോയൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. ഇത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ബോട്ട് കണ്ടോ നിരത്തി ഇങ്ങനെ അടുപ്പിച്ചിട്ടിരിക്കുന്നുണ്ടോ. ഒരു ചെറിയ ഗ്രാമമാണ്, ഗ്രാമത്തിലുള്ളൊരു ഇടവഴിയാണ്. അപ്പുറത്ത് പാടം, ഇപ്പുറത്ത് കായൽ. ഇത് കണ്ടോ, വേറൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഈ ആൻറ്റിനയൊക്കെ ഓരോ ബോട്ടിൻ്റെ ആൻറ്റിനയാണോ? എന്താണ്ട് ഇങ്ങനെ പോയിട്ടുണ്ട്. ഈ കേബിൾ പോയിരിക്കുന്നുണ്ട്. ഇത് നമ്മളെ ബോട്ടിൽ നിന്ന് വരുന്ന കേബിളാണ്. നമ്മൾ ഇവിടെ നിന്നാണ് സപ്ലൈ എടുക്കുന്നത്. ഇത് കണക്കുള്ള വീടുകൾ ഓരോരുത്തർ ഈ ബോട്ടിന് സപ്ലൈ കൊടുക്കുന്നതിന് വേണ്ടി KSEBന്ന് കണക്ഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബോട്ട് അടുപ്പിച്ചിട്ട് ഇതിൽ നിന്നാണ് പവർ സപ്ലൈ എടുക്കുന്നത് രാത്രിത്തേക്കുള്ളത്. രാത്രി ഇനി AC മറ്റു കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന ഈ സപ്ലൈയിലാണ്. ഇവിടെ ഇങ്ങനെ ബോട്ട് ഒതുക്കി കഴിഞ്ഞാൽ ഇനി നാളെ രാവിലെ മാത്രമേ ഇത് ഇവിടെ നിന്ന് എടുക്കത്തുള്ളൂ. അപ്പോൾ അതുവരെയുള്ള സമയത്ത് നമ്മളൊരു 5-5:30 മണിക്ക് ഒതുക്കി കഴിഞ്ഞാൽ അതുവരെയുള്ള സമയത്ത് നമുക്ക് പോകാൻ പറ്റുന്നത് ഇവിടെ നിന്ന് ചെറിയ ശിക്കാര വള്ളം കിട്ടും. അതിപ്പോൾ ഒരു വള്ളമായിട്ടോ അല്ലെങ്കിൽ ഒരാൾക്ക് 300 രൂപ എന്നുള്ള നിരക്കിൽ നമുക്ക് ഇവിടെ നിന്ന് വള്ളം എടുത്തിട്ട് നമുക്ക് അകത്തുള്ള കൈതോട് വഴിയൊക്കെ അകത്തോട്ട് പോകാം. അതുപോലെ തന്നെ സ്പീഡ് ബോട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ ഓടിപ്പോകുന്നത്, അങ്ങനത്തെ സ്പീഡ് ബോട്ടുകൾ കിട്ടും. അതും എടുത്തിട്ട് നമുക്ക് പോകാം. അതും ഒരാളിന് 300 രൂപ വെച്ചാണ്.
അങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഹൗസ് ബോട്ടിൽ വരുമ്പോൾ ഈ ഹൗസ് ബോട്ട് റൈഡ് മാത്രമല്ല, ഇത് കണക്ക് നമുക്ക് ആക്ടിവിറ്റീസ് എടുത്താലും അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നമുക്ക് ഈ പാടത്തിലേക്കൊന്ന് ഇറങ്ങിപ്പോയല്ല, നൻപകൽ നേരത്ത് മയക്കത്തിൽ മമ്മൂട്ടി ഇറങ്ങുന്ന കണക്ക് ഇതിൽ ഇറങ്ങിപ്പോയാൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് നോക്കട്ടെ. ഞാൻ ഈ വഴി തെറ്റി, എനിക്ക് പേടിയാവും. സൂര്യ അസ്തമിക്കാൻ പോകുക കേട്ടോ. എന്താ രസം നോക്കി ഇവിടെ നോക്കുമ്പോൾ അങ്ങ് കണ്ണെത്താ ദൂരത്തോളം വിശാലമായ പാടം. നെല്ല് താണ്ടെ പൂവിട്ട് നിൽക്കുക, പൂവിട്ടല്ല, അത് കാച്ചു തുടങ്ങി, വിളയാറായില്ല. വിളയാറായി വരുന്നുണ്ടത്. അടുത്ത് കാണിച്ചു തരാം. കണ്ടോ, ഇതൊരു വല്ലാത്ത കാഴ്ചയല്ലേ. നെൽപ്പാടമൊക്കെ എങ്ങനെ കാണാൻ പറ്റണമെങ്കിൽ നമുക്കിപ്പോൾ കുട്ടനാട് തന്നെ വരണം. അപ്പോൾ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ നമ്മളെ ഹൗസ് ബോട്ട് റൈഡ്? ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഫാമിലി ആയിട്ട് വന്ന് സ്റ്റേ ചെയ്യാനും അതുപോലെ ബാച്ചിലേഴ്സിനും ഫ്രണ്ട്സും ആയിട്ടൊക്കെ വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു പരിപാടിയാണിത് ഹൗസ് ബോട്ട്. നമുക്ക് നല്ല ഫ്രീഡം ഉണ്ട്, എന്ത് കാര്യങ്ങളും ഹൗസ് ബോട്ടിനകത്ത് നടക്കും, നല്ല ഫ്രീഡം ഉണ്ട്. അതുപോലെ ഇങ്ങനെ വൈകുന്നേരം ഇറങ്ങിയിട്ട് നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന അപ്പുറത്ത്. അപ്പോൾ വണ്ടി അവിടെ നിന്ന് എടുത്തിട്ട് വന്നിട്ട് ഇനി ഇതിലൊന്ന് ബീച്ചിൽ പോകും. ബീച്ചിൽ പോയി രാത്രി കറങ്ങി തിരിച്ച് സ്റ്റേ ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും ഹൗസ് ബോട്ടിലേക്ക് വരും. എന്താ രസം നോക്കി ഈ വഴിയെ പോകുമ്പോൾ. ചെറിയൊരു വഴി കേട്ടോ, ഒരു കഷ്ടിച്ചൊരു ആട്ടോയൊക്കെ പോകുമ്പോൾ ആ ഒരു വീതി മാത്രമേ ഉള്ളൂ ഇതിന്. ഇങ്ങനെയുള്ള മസാജ് സെൻറ്ററുകളുണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ ഹൗസ് ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ മസാജിന് വരണമെന്നുണ്ടെങ്കിൽ മസാജിനും വരാം. നമുക്ക് ആ ചേട്ടനോടൊന്ന് സംസാരിച്ചിട്ട് വരാം. അപ്പോൾ ഇതെങ്ങനെയാണ് മസാജ്? ഫുൾ ബോഡി മസാജ്. നമുക്ക് എത്ര സമയം എടുക്കും ഫുൾ ബോഡി മസാജിന്? ഇന്ന് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നോ? അപ്പോൾ നമ്മളിപ്പോൾ ഹൗസ് ബോട്ടിൽ വന്നതാണ്, ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്ത് പോകുന്ന വഴിക്ക് കണ്ടപ്പോൾ കയറിയത്. അപ്പോൾ ഇതിൻ്റെ പേരൊന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ സ്ഥലത്തിൻ്റെ പേരെന്താ കേട്ടോ പറയുന്നത്? പള്ളാത്തുരുത്തി. അതാ ഇതാണ് കേട്ടോ ആയുർവേദിക്. ഫോൺ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വരുമ്പോഴും മസാജ് വേണമെങ്കിൽ ഈ ചേട്ടനെ സമീപിച്ചാൽ. ചേട്ടൻ്റെ പേര് ഗോപാലകൃഷ്ണൻ ചേട്ടനാണ്. ചേട്ടനെ സമീപിച്ചാൽ ഈ നമ്പർ ഇവിടെ നിന്ന് നോട്ട് ചെയ്യാം. ചേട്ടാ, നമ്മളെ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും വിളിച്ചിട്ട് വരികയാണെങ്കിൽ അവർക്ക് കുറച്ചൊന്ന് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതേ ഹൗസ് ബോട്ട് പോകണം കേട്ടോ. ഹൗസ് ബോട്ടല്ല, സ്പീഡ് ബോട്ട് പോകുന്നുണ്ട്. അങ്ങ് പോയി അത് കണക്കുള്ള സ്പീഡ് ബോട്ട് റൈഡ് ഇവിടെ അവൈലബിൾ ആണ്. ഇങ്ങ് ദൂരെ കാണുന്ന ആ ചർച്ചില്ല, അതിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ രാവിലെ ബോട്ട് കയറി. അവിടെ എല്ലാം രാവിലെ നിരന്ന് ബോട്ട് കിടക്കല്ലായിരുന്നു. ഇപ്പോൾ എല്ലാം ഇപ്പുറത്തെ സൈഡിലേക്കായി. അപ്പോൾ ആ ചർച്ചിന് അവിടെ ഒരു പെയ്ഡ് പാർക്കിംഗ് ഉണ്ട്. അതിനകത്താണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത്. 100 രൂപയാണ് ഒരു വണ്ടി പാർക്ക് ചെയ്യുന്നതിനായിട്ടുള്ളത്. നമ്മൾ 2 വണ്ടിയാണ് അവിടെ പാർക്ക് ചെയ്തത്. 100 രൂപ ആവുന്ന ഓവർനൈറ്റ് പാർക്ക് ചെയ്യുമ്പോഴാണ് കേട്ടോ. നമ്മളിപ്പോൾ ഡെയിലി മാത്രമേ പോകുള്ളൂ എങ്കിൽ 50 രൂപയാണ് പാർക്കിംഗ് ചാർജ് വരുന്നത്. വൈകുന്നേരം വന്നിട്ട് വണ്ടി എടുക്കുക. ഇനി നമ്മൾ അതുവരെ നടന്ന് പോയിട്ട് ആ വണ്ടി എടുത്തുകൊണ്ട് വന്ന് ഇനി നമുക്ക് ആലപ്പുഴ ബീച്ചിലേക്ക് പോകണം. ആലപ്പുഴ ബീച്ചിൽ പോയിട്ട് വണ്ടി നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യും. ഇവിടെ നിന്നൊരു 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ റോഡിലേക്ക്. നമ്മൾ ആ പാർക്കിങ്ങിൽ നിന്ന് വണ്ടി എടുത്ത് നേരെ ആലപ്പുഴ ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴ ബീച്ച് പോയെന്ന് നമുക്ക് കണ്ടിട്ട് വരാം തിരിച്ച്. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഹൗസ് ബോട്ടിലെ താമസമൊക്കെ കഴിഞ്ഞ് രാവിലെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് ഫ്രഷ് ആവണം. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കടവിൽ പോയി കുളിക്കാൻ വേണ്ടി മുമ്പോട്ട് പോവുകയാണ്. പിന്നെ ഇതിന് രാവിലെ എഴുന്നേൽക്കുമ്പോഴുണ്ടല്ലോ അതൊരു വല്ലാത്ത വൈബാണ് ഇവിടുന്ന്. നമ്മൾ ആ കായലിൻ്റെ മധ്യത്തു നിന്ന് ഉറക്കം എഴുന്നേൽക്കുന്നൊരു ഫീലുണ്ടല്ലോ, അത് അടിപൊളിയായിരുന്നു. അപ്പോൾ രാവിലെ നമ്മളെ ബോട്ട് ഈ കടവിൽ നിന്ന് വിടുകയാണ്. ഇനി രാജേഷേട്ടാ, ഇനി അടുത്ത പരിപാടി എന്താണ്? 1 മണിക്കൂർ. ആ സമയത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കും അല്ലേ? അതാ നമ്മൾ കടവൊന്ന് എടുത്തു കഴിഞ്ഞ് ഇവിടെയാണ് നമ്മൾ ഇന്നലെ രാത്രി കിടന്നത്. ബോട്ടിലുള്ള ഉറക്കം അടിപൊളിയായിരുന്നു കേട്ടോ, ഒന്നും അറിഞ്ഞില്ല. AC റൂമിൽ AC ഇട്ട് അടിപൊളിയായിട്ട് കിടന്നുറങ്ങി. രാവിലെ കായലിൻ്റെ മധ്യത്ത്, കായലല്ലല്ലോ ഇത്, ആറല്ലേ, പമ്പയാറിൽ ഉറക്കം എഴുന്നേറ്റു. അപ്പോൾ ഒരുവിധമുള്ള ബോട്ടുകളൊക്കെ ഇവിടെ നിന്ന് പുറപ്പെട്ടു. ഇതാ പോകുന്ന കാണാം, ഒരു ബോട്ട് വരുന്നു. അത് പോകാൻ വേണ്ടി നമ്മൾ ഒന്ന് സ്ലോ ആക്കും. ഇപ്പോൾ നമ്മൾ പുറകിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നുകൊണ്ട് ഒരാൾ സിഗ്നൽ കൊടുക്കും, അതനുസരിച്ചാണ് ഡ്രൈവർ ബോട്ട് തിരിച്ച് വെള്ളത്തിലേക്ക് അല്ല ഈ ട്രാക്കിലേക്ക് നേരെ കയറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ ബോട്ട് ക്രോസ് ചെയ്ത് പോകുമ്പോഴേ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യവും. പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് നിർത്താൻ പറ്റുന്ന സംഭവമല്ലല്ലോ. അപ്പോൾ അതൊരു കാൽക്കുലേഷനിൽ പ്ലാൻ ചെയ്ത് നിർത്തിയാണ് ഇവർ തിരിച്ചെടുത്തുകൊണ്ട് പോകുന്നത്. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. ഇത് ഭയങ്കര ഒരു ബോട്ടാണ് കേട്ടോ. അത് വലിയ ജനറേറ്ററൊക്കെ, വലിയ ഹാളും കോൺഫറൻസ് ഹാളും ഇതൊക്കെ ഉണ്ട്, ബെഡ്റൂമൊക്കെ ആയിട്ട്. ഇനി നമ്മൾ അങ്ങോട്ട് കുറച്ച് ദൂരം ഒന്ന് യാത്ര ചെയ്ത് പോവും, എന്നിട്ട് തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് നമ്മൾ ഇറങ്ങും.
നമ്മൾ ഇന്നലെ പോയപ്പോൾ പാലത്തിന് ക്രോസ് ചെയ്ത് അങ്ങോട്ടല്ലേ പോയത്. ഇന്നിപ്പോൾ പാലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അകത്തോട്ടാണ് പോകുന്നത്. ഓ എന്തോരം ബോട്ടാണ് വരുന്നല്ലേ. ഇന്നലെ രാത്രി ഓട്ടം പോയ ബോട്ടുകളല്ലേ? 9 മണിക്ക് ചെക്കൗട്ട്. ആ അതെന്ത് ബോട്ടാണ് ആ വെള്ള കളറിൽ കിടക്കുന്നത്? 8 റൂമുള്ളതല്ലേ? അതാ സാധാരണ ഹൗസ് ബോട്ടിൻ്റെ രീതിയിലല്ല, അതിൻ്റെ പുറകൊക്കെ ഒരു വ്യത്യാസം. അത് അതിനകത്തൊരു ഹാള്, കോൺഫറൻസ് ഹാളാണ്. ഭയങ്കര ബോട്ട് കണ്ടോ. ഇതൊക്കെ എത്ര രൂപയാവും ഒരു റൂമിനല്ലേ? കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ഹൗസ് ബോട്ട് യാത്രകൾ നടത്താൻ സാധിക്കുമെങ്കിലും ഏറ്റവും മനോഹരമായ ഹൗസ് ബോട്ട് യാത്ര നടത്താൻ പറ്റുന്നത് ആലപ്പുഴയിൽ തന്നെയാണ്. ഡേ ക്രൂയിസ്, ഓവർനൈറ്റ് ക്രൂയിസ്, സർക്കാരിൻ്റെ ബോട്ടുകളിലുള്ള ബോട്ട് യാത്ര, ഇങ്ങനെ പല വിധത്തിലുള്ള യാത്രകളാണ് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഡേ ക്രൂയിസ് ആണെങ്കിൽ രാവിലെ 11 മണിക്ക് കയറി വൈകുന്നേരം 5 മണിക്ക് കഴിയും. ഇതിൽ വെൽക്കം ഡ്രിങ്ക്, ലഞ്ച്, വൈകുന്നേരത്തെ ടീം സ്നാക്സും ഒക്കെ ഉൾപ്പെടും. ഓവർനൈറ്റ് സ്റ്റേ ആണെങ്കിൽ രാവിലെ 11 മണിക്ക് കയറി അന്നേ ദിവസത്തെ കംപ്ലീറ്റ് ഫുഡ് ഉൾപ്പെടെ അടുത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് രാവിലെ 9 മണിക്കാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഈ ഹൗസ് ബോട്ടുകളുടെ നിരക്ക് സീസൺ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഹൗസ് ബോട്ടുകളുടെ സൗകര്യങ്ങൾക്കനുസരിച്ച്, അതായത് ബെഡ്റൂമുകളുടെ എണ്ണം, കോൺഫറൻസ് ഹാളിൻ്റെ വലിപ്പം, ഹൗസ് ബോട്ടിൻ്റെ കാലപ്പഴക്കം എന്നിവയ്ക്ക് അനുസരിച്ച് മിനിമം നിരക്കുണ്ടാകും. അതിനോടൊപ്പം ആൾക്കാരുടെ എണ്ണവും കൂടി കൂട്ടിയാണ് ഒരു ദിവസത്തെ നിരക്ക് വരുന്നത്. ആലപ്പുഴയിൽ പള്ളാതുരുത്തിയിലും പുന്നമടയിലുമാണ് ഹൗസ് ബോട്ട് ടെർമിനലുകൾ ഉള്ളത്. ഇവിടെ നിന്നാണ് യാത്ര പുറപ്പെടുന്നതും അവസാനിക്കുന്നതും. ഇനി നമ്മൾ ഒരു ഹൗസ് ബോട്ട് യാത്ര ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓണറിനെ നേരിട്ട് പരിചയമുണ്ടാകുകയാണെങ്കിൽ അങ്ങനെ ബുക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഏജൻറ്റുമാരുമായോ ട്രാവൽ ഏജൻസികളുമായോ ബന്ധപ്പെട്ട് ബുക്ക് ചെയ്യുക. ട്രാവൽ ഏജൻസികൾ മുഖാന്തരമോ ഏജൻറ്റുമാരുമായി ബന്ധപ്പെട്ടുമാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നതെങ്കിൽ അവർക്കുള്ള സർവീസ് ചാർജ് കമ്മീഷനും ഉണ്ടാവും. ഇത് പലപ്പോഴും ഹൗസ് ബോട്ട് യാത്രാ നിരക്കുകൾ വളരെയധികം കൂട്ടുന്നുണ്ട്. എന്തായാലും വലിയ കമ്മീഷൻ വരാതെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഹൗസ് ബോട്ട് ബുക്ക് ചെയ്യുക. അതിനായി ഞങ്ങൾക്ക് ഹൗസ് ബോട്ട് ബുക്ക് ചെയ്തെന്ന ടെൻസൻ ബ്രോയുടെയും ഇതിലെ ജീവനക്കാരുടെയും നമ്പറുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളൊരു ഹൗസ് ബോട്ട് യാത്ര ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ നമ്പറുകളിൽ ബന്ധപ്പെട്ട് അവരോട് സംസാരിച്ച് ഡീൽ ഉറപ്പിച്ച് ഈ ഹൗസ് ബോട്ടുകളിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാവുന്നതാണ്. നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ഡിസ്കൗണ്ടും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറക്കാതിരിക്കുക. അതാണ് നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ട്. നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് പോവാം. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും സാമ്പാർ ചമ്മന്തിയോ രസോടെ. ഇപ്പോൾ രാജേഷ് ചേട്ടാ താങ്ക് യു. നമ്മൾ ഇറങ്ങിയാണ്. നമുക്ക് ഇനിയും കാണാം കേട്ടോ. ഇനിയും വരും. ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങുമോ അതേ കറക്റ്റായിട്ട് ഇറങ്ങുമോ? അപ്പോൾ നമ്മളെല്ലാവരോടും യാത്ര പറഞ്ഞു. ഗിരീഷ് ബ്രോ ഓക്കെ ബൈ ബൈ, നമുക്ക് കാണാം. പോവാം. അങ്ങനെ നമ്മുടെ ഹൗസ് ബോട്ട് യാത്ര സമാപിച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണ് കുട്ടനാട് വന്നാൽ, ആലപ്പുഴ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹൗസ് ബോട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നത്. ഇത് മിനിമം ലെവലിലുള്ളതാണ്. നമ്മുടെ ലക്ഷറീസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിലും പ്രോപ്പർട്ടീസ് അല്ലല്ലോ, ഇതിലും സർവീസുകൾ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇവരുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്ത് നോക്കുക, അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ ബൈ ബൈ. എൻ്റെ കയ്യിൽ ബാഗിരിക്കുമോ? അപ്പോൾ ഓക്കെ ബൈ ബൈ ബൈ.